പുഷ്പാഞ്ജലിയുള്ള എല്ലാവരുടെയും സഹായം നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ആയിട്ട് നിഷാജിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പ്രതിനിധികളായിട്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ സഹായം അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും സാധിച്ചാൽ അതാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ആർക്കും എന്ത് സഹായം എങ്ങനെ വേണം എന്നുണ്ടെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും. രാധേശ്യാം. നമസ്കാരം. സ്നേഹക്കൂട്ടിൽ നിന്നാണ്. അറിയാം, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു കുറേ ദിവസങ്ങൾ കൊണ്ട് പനിയൊക്കെ ആയിട്ട് വയ്യാതെ കിടക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഇന്ന് എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. ശരിക്കും ഗുരുവായൂരപ്പൻ എന്നെ വയ്യാഴികയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചു എന്നാണ് ഞാനിപ്പോൾ ശരിക്കും വിശ്വസിക്കുന്നത്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ഒരു എന്താ അന്തരീക്ഷമാണ് ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ആ ഒരു അനുഭവം എന്റെ ഉള്ളിലേക്കും വരുന്നു. ഇന്നിവിടെ എത്തിയ പ്രേമപുഷ്പാഞ്ജലി എന്ന വാട്സപ്പ് കൂട്ടായ്മ ഒരു വലിയ ഗ്രൂപ്പാണല്ലേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അല്ലേ ഗ്രൂപ്പുകളിൽ കൂടി ഒരുപാട് വിവിധ ജില്ലകളിൽ നിന്നായിട്ടുള്ള ഒരുപാട് അംഗങ്ങൾ ഇതിനകത്ത് അംഗമായിട്ടുണ്ട്. നമുക്കറിയാം, കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് നമ്മളെ ശരീരം കുളിര് കോരുന്ന രീതിയിലാണ് കൃഷ്ണനോടുള്ള ഭക്തി നമ്മൾ ഗുരുവായൂരപ്പന്റെ മുന്നിൽ അർപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ ഇവിടെയും ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഇതാണുള്ളത്. ഞങ്ങളുടെ അച്ഛനമ്മമാർ ഇവിടെ രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് അവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എല്ലാ മതസ്ഥരും ഗുരുവായൂരപ്പനെയും തൊഴുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തന്ന ഈ ഒരു സമ്പാദ്യം ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളുടെ വിലയാണ്. തീർച്ചയായിട്ടും അതിനുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ഗതികൾക്കായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. അതുപോലെ തന്നെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കാണാൻ ഗുരുവായൂരപ്പൻ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു നിയോഗം എപ്പോഴും ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിക്കും. എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ ഈ കോട്ടയത്ത് ചെന്ന് പെട്ടെന്ന് അതാണ് തീർച്ചയായിട്ടും ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ശരിക്കും ഇത് ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുവന്നത്. എന്തെങ്കിലും ഒരു നിയോഗം, നമ്മുടെ എന്തെങ്കിലുമൊക്കെ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാൻ ഇതുപോലെ ഒരു സൽക്കർമ്മത്തിന് നമ്മളെ നിയോഗിച്ചതാണോ ഒന്നും നിശ്ചയമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലാണ് ഞങ്ങളുടെ ഈ പ്രേമപുഷ്പാഞ്ജലിയിലെ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവർക്കും ഈ അച്ഛനമ്മമാർക്കല്ല ഇതുപോലെ ഇപ്പോൾ നമ്മളിത് അറിയണം. അറിയാത്ത എത്രയും എല്ലാവർക്കും എല്ലാ നന്മകളുണ്ടാവാനും മനസ്സമാധാനത്തിന് പരസ്പരം സ്നേഹം, അതാണ് ഏറ്റവും വലിയ കാര്യം. നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ. അത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഗുരുവായൂർ നമ്മളൊക്കെ നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മളവിടെ പറഞ്ഞതിൻ്റെ പോലെ ഒന്ന് ഒരു കാത്തിരിക്കുന്നവരെ എത്ര സുഖം ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥന.